അപ്പൊ സതീശൻജി ആദ്യമായി പറഞ്ഞ കാര്യമാണ് ഇപ്പൊ തന്നെ 12 വീടും റെയ്ഡ് ചെയ്യണം. മോഡിജി വിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യും. എന്താ ഇവര് പറയും? പിന്നെ പറഞ്ഞു നമുക്കെതിരെ പോസ്റ്റ് ഇട്ടു കുറെ സമൂഹ മാധ്യമങ്ങൾ. അപ്പൊ ഞാൻ മെറ്റയോട് വിളിച്ചു പറഞ്ഞു എനിക്കെതിരായിട്ടുള്ള പോസ്റ്റൊക്കെ റിമൂവ് ചെയ്യാം. ആരാന്ന് മനസ്സിലായോ? ഞങ്ങൾ വിചാരിക്കണല്ല. ഞാൻ പറഞ്ഞ മെറ്റ വരെ കേൾക്കും. പിന്നെ പറഞ്ഞു ഞാൻ കോഴിക്കോട് ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്തു. പിന്നെയാണ് അറിഞ്ഞത്, അവർക്ക് മനസ്സിലായത് 600 കോടി രൂപ നിക്ഷേപമുള്ള മലയാളി ചെറുപ്പക്കാരുടെ സ്ഥാപനമാണ് എന്റെ കേരളത്തിലെ ഓഫീസാണ് ഉദ്ഘാടനം ചെയ്തത്. നീ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്ത് എന്താ കുഴപ്പം? ഞാൻ തട്ടുകട ഉദ്ഘാടനം ചെയ്യാൻ പോകും പാവപ്പെട്ടവരാണ്. എന്താ കുഴപ്പം? ഞാൻ അതിൻ്റെ ഒന്നും പുറകെ പോകുന്നില്ല. നമ്മൾ വ്യക്തികളെ തേജോവധം ചെയ്യലും വ്യക്തികളുടെ പുറകെ നടക്കലും അല്ല ഈ സർക്കാരിന്റെ ലക്ഷ്യം. ഈ സർക്കാരിന് ഒരുപാട് മുൻഗണനകളുണ്ട്. നാടിനോട് പറഞ്ഞ വാക്കുകൾ പ്രിയദർശിനി ബസ്സിൽ അല്ലേ ഉണ്ടായില്ലേ? സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തില്ലേ? ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തില്ലേ? വി ഡി സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുവാൻ സഹായിച്ചത് ജനങ്ങൾക്കിടയിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി ഉയർന്നു വന്ന തീക്ഷ്ണമായിട്ടുള്ള മുറവിളികളായിരുന്നു. ഔപചാരികമായി നോക്കിയാൽ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് വി ഡി സതീശൻ എന്ന കോൺഗ്രസ് നേതാവിനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് നിശ്ചയിച്ചതും നിയോഗിച്ചതും. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കൊണ്ട് ഈ ഒരു തീരുമാനമെടുപ്പിക്കുന്നതിൽ കേരളത്തിൻ്റെ ജനത വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആര് മുഖ്യമന്ത്രിയാകണം എന്നതിനെ ചൊല്ലി ചർച്ചകൾ ചൂടുപിടിച്ചപ്പോഴാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ കേരളത്തിൻ്റെ 14 ജില്ലകളിലും വി ഡി സതീശന് വേണ്ടി മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ തെരുവിലിറങ്ങിയത്. ഈ ഒരു ജനവികാരം മാനിച്ചു തന്നെയാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ മൃഗീയ ആധിപത്യമുണ്ടായിരുന്ന കെ സി വേണുഗോപാലിനെ ഒഴിവാക്കിക്കൊണ്ട് വി ഡി സതീശനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് നിയോഗിക്കുവാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർബന്ധിതമായത്. വി ഡി സതീശനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു പിണറായി വിരുദ്ധ തരംഗത്തിൻ്റെ ആനുകൂല്യത്തിലല്ല അദ്ദേഹം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചത്. നേരെ മറിച്ച് കഴിഞ്ഞ 5 വർഷക്കാലവും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതുകൊണ്ടും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിനോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലയിൽ വേറിട്ട ശൈലിയിൽ പോരാട്ടം നടത്തിയതുകൊണ്ടുമാണ്. വി ഡി സതീശൻ്റെ പോരാട്ടങ്ങളിലെ ഏറ്റവും വലിയ തീക്ഷ്ണമായ ആയുധം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ തന്നെയാണ്. നിയമസഭയ്ക്കകത്തും പുറത്തും പ്രസംഗങ്ങളിലൂടെ തന്നെയാണ് ജനവിശ്വാസം വി ഡി സതീശൻ ആർജിച്ചെടുത്തത്. മുഖ്യമന്ത്രിയായതിനു ശേഷവും നിയമസഭയ്ക്കുള്ളിൽ അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ മുഖമടച്ചുള്ള മർദ്ദനങ്ങളാണ് എന്നും പറയേണ്ടിയിരിക്കുന്നു. ആ രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ എല്ലാവിധ ആരോപണങ്ങളെയും തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം തനിക്കെതിരെ നടക്കുന്ന അനവധിയായിട്ടുള്ള വ്യാജ പ്രചരണങ്ങളിലും ആരോപണങ്ങളിലും മറുപടി ഇപ്പോൾ നൽകുന്നത് തൻ്റെ ക്യാബിനറ്റ് ബ്രീഫിങ്ങിനായിട്ടുള്ള പത്രസമ്മേളനത്തിലാണ്. ഈ ഒരു പത്രസമ്മേളന സമയത്താണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ തനിക്കെതിരെ പടച്ചുവിട്ടിട്ടുള്ള എല്ലാവിധ ആരോപണങ്ങളെയും വി ഡി സതീശൻ സമർത്ഥമായി പൊളിച്ചെടുക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം CPM എന്ന പ്രതിപക്ഷത്തിന് മുഖം നഷ്ടമായിരിക്കുന്ന സാഹചര്യത്തിൽ അവരൊരു നിഴൽ യുദ്ധമാണ് സർക്കാരിനെതിരെ നടത്തുന്നത്. ഈ നിഴൽ യുദ്ധത്തിനായി അവർ ഉപയോഗിക്കുന്നത് മുഖ്യധാര മാധ്യമങ്ങളിൽ CPM പക്ഷം ചേർന്ന് നിൽക്കുന്നവരെയാണ്. അവരിലൂടെ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് ജനങ്ങൾക്കിടയിൽ വി ഡി സതീശൻ വിരുദ്ധ മനോഭാവമുണ്ടാക്കുവാൻ CPM ശ്രമിക്കും തോറും വി ഡി സതീശൻ്റെ പ്രതിച്ഛായ വർദ്ധിച്ചു വരുന്നു എന്നതും വസ്തുതയാണ്. എന്നാൽ മുഖ്യമന്ത്രിയായ ശേഷം വി ഡി സതീശൻ എന്ന നേതാവിൽ നിന്ന് നമുക്ക് ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സരസമായിട്ടുള്ള ലളിതമായിട്ടുള്ള കുറുക്കുകൊള്ളുന്ന തീക്ഷ്ണമായിട്ടുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങളാണ്. ഈ ഒരു പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. വി ഡി സതീശൻ എന്ന നേതാവ് മുഖ്യമന്ത്രിയായതിനു ശേഷം വളരെ മിതത്വത്തോടെയാണ് പ്രതികരിക്കുന്നത്, വളരെ പക്വമായിട്ടാണ് പ്രതികരിക്കുന്നത്. പലപ്പോഴും പല വിഷയങ്ങളിലും അദ്ദേഹം രാഷ്ട്രീയം ഒഴിവാക്കി നിർത്തിക്കൊണ്ട് തൻ്റെ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, തൻ്റെ സർക്കാർ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, തൻ്റെ സർക്കാർ എങ്ങനെയാണ് കേരളത്തെ വികസനത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കുവാൻ പോകുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തീരുമാനങ്ങളാണ് ഫലപ്രദമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നീ വിഷയങ്ങളാണ് കൂടുതലും അദ്ദേഹം ഇപ്പോൾ സംസാരിക്കാറുള്ളത്. അതിനാൽ തന്നെ വി ഡി സതീശൻ രാഷ്ട്രീയ മറുപടികൾ നൽകുന്നില്ല എന്ന ഒരു ആക്ഷേപവും സജീവമാകുകയാണ്. എന്നാൽ ഇതിനെല്ലാം ഒരു പരിഹാരം എന്ന നിലയിലാണ് വി ഡി സതീശൻ്റെ പൊതുവേദിയിൽ ഒരു പ്രസംഗത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. തനിക്കെതിരെ CPMനോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങളും നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളെ ഒന്നൊന്നായി എടുത്തു പറഞ്ഞുകൊണ്ട് തൻ്റെ തനതായ ശൈലിയിൽ ഈ രാഷ്ട്രീയ പ്രസംഗത്തിൽ അദ്ദേഹം പൊളിച്ചെടുക്കുന്നുണ്ട്. കേൾക്കുന്നവർക്കെല്ലാം കൊരിത്തരിപ്പുണ്ടാക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും, കേരളത്തെ ഭരിച്ചു മുടിച്ച CPMനെ വെറുക്കുന്ന മലയാളികൾക്കും ഈ പ്രസംഗം ഏറെ സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. അതിനാൽ തന്നെ ഈ പ്രസംഗത്തിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം വൈറലാകുകയും ചെയ്തിട്ടുണ്ട്.
ഏതൊക്കെയാണെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന വി ഡി സതീശൻ്റെ ആ പ്രസംഗത്തിലെ ഓരോ വാക്കുകളും നമ്മൾ നിർബന്ധമായും കേട്ടിരിക്കേണ്ടതാണ്. അത്തരത്തിൽ ഈ ഒരു ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ നമുക്ക് ഒരുപാട് നാളായി മിസ് ചെയ്യുന്ന ആ രാഷ്ട്രീയ പ്രസംഗം നഷ്ടമാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഈ വീഡിയോയ്ക്കൊപ്പം ചേർത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു വീട് പോരാ, 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പൊ സതീശൻ ജി ആദ്യമായി പറഞ്ഞ കാര്യമാണ്, ഇപ്പൊ തന്നെ 12 വീടും റെയ്ഡ് ചെയ്യണം. മോഡിജി വിളിച്ചു പറഞ്ഞു, അങ്ങനെയാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യും. എന്താ ഇവര് പറയും? പിന്നെ പറഞ്ഞു, നമുക്കെതിരെ പോസ്റ്റ് ഇട്ടു കുറെ സമൂഹ മാധ്യമങ്ങൾ. അപ്പൊ ഞാൻ മെറ്റയോട് വിളിച്ചു പറഞ്ഞു, എനിക്കെതിരായിട്ടുള്ള പോസ്റ്റൊക്കെ റിമൂവ് ചെയ്യാം. ആരാന്ന് മനസ്സിലായോ? ഞങ്ങൾ വിചാരിക്കണല്ല. ഞാൻ പറഞ്ഞ മെറ്റ വരെ കേൾക്കും. ഇന്ത്യ മുഴുവനെ അവർ റിമൂവ് ചെയ്യാണ്. പലതും അവരുടെ പ്രശ്നങ്ങളാണ്. ഓരോ ദിവസവും ഓരോ കാര്യമായിട്ട് വരികയാണ്. പിന്നെ പറഞ്ഞു, ഞാൻ കോഴിക്കോട് ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്തു. പിന്നെയാണ് അറിഞ്ഞത്, അവർക്ക് മനസ്സിലായത് 600 കോടി രൂപ നിക്ഷേപമുള്ള മലയാളി ചെറുപ്പക്കാരുടെ സ്ഥാപനമാണ് എന്റെ കേരളത്തിലെ ഓഫീസാണ് ഉദ്ഘാടനം ചെയ്തത്. നീ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ എന്താ കുഴപ്പം? ഞാൻ തട്ടുകട ഉദ്ഘാടനം ചെയ്യാൻ പോകും, പാവപ്പെട്ടവരാണ്. എന്താ കുഴപ്പം? പോകാൻ പാടില്ലേ? എന്താ കുഴപ്പം? എന്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ തട്ടുകടയ്ക്ക് ഉദ്ഘാടനം ചെയ്യാറുണ്ട്. എനിക്ക് സമയമുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ടവരെ തുടങ്ങിയാൽ അതും പോയി ചെയ്തു കൊടുക്കും, ഒരു കുഴപ്പമില്ല. ഇത് തട്ടുകടയും കാപ്പിക്കടയും ആയിരുന്നില്ല, 600 കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു. അതാണ് ഓരോ ദിവസവും ഇവരുണ്ടാക്കുന്ന വാർത്തകൾ. ഇപ്പോ ഒരാൾ പറഞ്ഞു, ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, ബുധനാഴ്ച മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിയുമ്പോൾ ഭയങ്കര നാറ്റം ഉണ്ടാവും. എവിടെയാ നാറുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പറയണോ? എവിടെ നിന്നാണ് നാറ്റം വരുന്നതെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞ ആൾ ആരാന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അതിൻ്റെ ഒന്നും പുറകെ പോകുന്നില്ല. നമ്മൾ വ്യക്തികളെ തേജോവധം ചെയ്യലും വ്യക്തികളുടെ പുറകെ നടക്കലും അല്ല ഈ സർക്കാരിന്റെ ലക്ഷ്യം. ഈ സർക്കാരിന് ഒരുപാട് മുൻഗണനകളുണ്ട്. നാടിനോട് പറഞ്ഞ വാക്കുകൾ, പ്രിയദർശിനി ബസ്സിൽ അല്ലേ ഉണ്ടായില്ലേ, സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തില്ലേ? ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തില്ലേ? മുതിർന്നവർക്ക് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുമെന്ന് പറഞ്ഞു, ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തു. ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുക്കും. പാചക തൊഴിലാളികളോട് പറഞ്ഞു, തീരുമാനമെടുത്തില്ലേ? ഇവര് കേരളം മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. രൂക്ഷമായ ധനപ്രതിസന്ധിയ. ഈ ഓണം എങ്ങനെയാണ് ഈ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? എല്ലാ ആവശ്യങ്ങൾക്കും പണം കൊടുത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. വിലക്കയറ്റം നിയന്ത്രിച്ച് നോക്ക്, മാവേലി സ്റ്റോറിലും ഓണം സ്റ്റോറിലും പോയി നോക്ക്, 13 നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി കൊടുക്കുന്ന 13 സാധനങ്ങളും അവിടെ ഉണ്ട്. പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ഉദ്ഘാടനം ചെയ്യാതെ ആളുകൾ പോയിട്ടുണ്ട്. അത് സബ്സിഡിയുള്ള സാധനമൊന്നുമില്ല, സോപ്പും ചീപ്പും കണ്ണാടിയാണ് ഓണത്തിന്. അതൊക്കെ മാറി, സാധനങ്ങൾ എത്തി, എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് എത്തി. എല്ലാവർക്കും അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷന്റെ കുടിശ്ശിക എത്രയായിരുന്നു? ഇപ്പൊ കിട്ടിയില്ലേ? പാചക തൊഴിലാളികൾക്ക് കുടിശ്ശിക കിട്ടി. എല്ലാവർക്കും, ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടുത്ത മാസം കൊടുത്താൽ മതി. ഓണമായതുകൊണ്ട് അടുത്ത മാസം കൊടുക്കേണ്ടത് അടുത്ത മാസത്തെ തുക ഈ പ്രാവശ്യം കൊടുക്കുകയാണ്, 19-ാം തീയതി മുതൽ. ഈ സർക്കാർ ജനങ്ങളോടൊപ്പം ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. സർക്കാർ തെറ്റ് ചെയ്താൽ തിരുത്താൻ നമ്മുടെ പാർട്ടി ഉണ്ടാവും. പാർട്ടി പറഞ്ഞാൽ നമ്മൾ കേൾക്കും. പാർട്ടി തിരുത്തണമെന്ന് പറഞ്ഞാൽ തിരുത്തും. തെറ്റുപറ്റിയാൽ പാർട്ടിക്ക് വിധേയമായിട്ട്, പ്രസ്ഥാനത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്നത്.